നിങ്ങളുടെ കൈവശം പരിമിതികളുള്ള പഴയ മൊബൈൽ ഫോണാണോ ഉള്ളത്? ഇനി ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ ആയാലും കുഴപ്പമില്ല. MB കുറവാണ്, റാം കുറവാണ്, അതുപോലെ തന്നെ ഹാങ് ആവുന്നു. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഒരു ഫോട്ടോ എഡിറ്റർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ വെറും 2 MB ഉള്ള കിഡിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിന്റെ ഔട്ട്പുട്ട് തരും. വെറും 2 MB ഉള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫോട്ടോഷോപ്പിന്റെ ഔട്ട്പുട്ട് തരിക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെട്ടു നോക്കാം. പിക്സ എന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഗാലറി ആക്സസ് ചോദിക്കും. അപ്പോൾ അലോ കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഗെറ്റ് എ പിക്ചർ എന്നുള്ള ഒരൊറ്റ ഓപ്ഷനെ അതിൽ കാണാൻ കഴിയൂ. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻ അകത്തുണ്ടാവും. പുതിയൊരു ചിത്രം ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ന്യൂ ബ്ലാങ്ക് പിക്ചർ എന്ന ആ ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കളർ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനും ഇതിൽ തന്നെയുണ്ട്. എന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതാണ്. എനിക്ക് ആവശ്യം ഗാലറിയിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് അതിലേക്ക് പിക്ചറുകൾ ഇട്ടിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എഫക്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസെർട്ട് പിക്ചർ എന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറി വീണ്ടും ഓപ്പൺ ആവും. ഏത് ഫോട്ടോ ആണ് അതിലേക്ക് വെക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് അത് ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നു. ഈ PNG ആണ് എനിക്ക് അതിൽ വെക്കേണ്ടത്. അപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോ ഏത് സൈസിലാണ് വേണ്ടത് അതൊരു മൂലയിൽ വളരെ കൃത്യമായി സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള അതാണ്. അതും ഈ എഫക്റ്റിൽ ഇൻസെർട്ട് പിക്ചർ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. അടുത്തത് ഇതാണ് ഫോട്ടോ. അതും ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഏതാണ് വലിപ്പം എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ കറക്റ്റ് ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചതിന് ശേഷം ഞാൻ മൂന്നാമത്തെ ഒരു ചിത്രം എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇവിടെ മുകളിൽ ടിക്ക് മാർക്ക് കൊടുത്താൽ അത് അവിടെ ഫിക്സ് ആവും. അവിടെ ഗ്രീൻ കളറിൽ ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ കാണാം. അതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് വീണ്ടും എഫക്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇൻസെർട്ട് പിക്ചർ ഓപ്ഷൻ എടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ബർത്ത്ഡേയുടെ ഒരു PNG ഉണ്ട്. അതിവിടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏതാ സൈസ് വേണ്ടത് അതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് എവിടെയാണ് വേണ്ടത് കൃത്യമായി വെച്ചതിന് ശേഷം ശരി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കാർഡ് ഉണ്ടാക്കി. ഇതിലിങ്ങനെ പല ഓപ്ഷനുകളും ഉണ്ട്. ഇനി ഇരുട്ടായിപ്പോയൊരു ഫോട്ടോ നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ കർവ്സ് ഓപ്ഷനിൽ എങ്ങനെ വെളിച്ചമാക്കി എടുക്കാമെന്ന് കാണാം. അതിന് ഗെറ്റ് എ പിക്ചർ എടുത്തിട്ട് ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു ഇരുട്ടായിപ്പോയ പിക്ചർ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ അത് എങ്ങനെയാണ് കർവ്സ് ഓപ്ഷനിൽ ചെയ്യുന്നത് നോക്കാം. അഡ്ജസ്റ്റ് എടുത്തിട്ട് അവിടെ കർവ്സ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കർവ്സ് ഓപ്ഷനിൽ നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെളിച്ചമാക്കാം, വെളിച്ചം കൂട്ടാം, കുറക്കാം. അതുപോലെ തന്നെ കളറ് ചൂസ് ചെയ്തിട്ട് ആ കളർ ലൈറ്റ് ഡാർക്ക് ഒക്കെ ആക്കേണ്ട ഓപ്ഷൻ ഇതിൽ തന്നെയുണ്ട്. ഇതിപ്പോൾ ഇരുട്ടായ ഫോട്ടോ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ വെളിച്ചമാക്കി കൊണ്ടുവന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിനും അഡ്ജസ്റ്റ് എടുത്തിട്ട് ഇത് RGB കളർ, അതുപോലെ തന്നെ നമ്മൾ ബ്രൈറ്റ്നസ് കൂട്ടുന്നത്, ബ്രൈറ്റ്നസ് കുറക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കളറിൻ്റെതും കാണിച്ചു തരാം. നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് മറ്റുള്ള ഫോട്ടോയിലാണ്, ഇതിലല്ല. മറ്റുള്ള ഫോട്ടോയിൽ നമുക്ക് RGB കളർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് റെഡ് കൂട്ടണമെങ്കിൽ റെഡ് കൂട്ടാം, ഗ്രീൻ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഓക്കെ, അതൊക്കെ ഇതിൽ സാധ്യമാണ്. ഇനി ഞാനൊരു ട്രോള് നിങ്ങൾക്ക് നിർമ്മിച്ച് കാണിച്ചു തരാം. അതിന് ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു പിക്ചർ ഓപ്പൺ ചെയ്യുന്നു. ചിത്രം അല്പം റെസൊല്യൂഷൻ കുറവായതുകൊണ്ട് അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ റീസൈസ് എനിക്ക് 1200 വേണം. 1200 ഉണ്ടെങ്കിലേ നമ്മുടെ ലെറ്ററൊക്കെ ക്ലിയർ ഉണ്ടാവും. അപ്പോൾ ഞാനത് 1200 കൺവേർട്ട് ചെയ്യുന്നു. ഇനി സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷനിലാണ് നമുക്ക് ടെക്സ്റ്റ് ഉള്ളത്. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ചങ്ക് എന്നുള്ള പേര് കൊടുക്കുകയാണ്. അതായത് ക്യാരക്ടർ നെയിം കൊടുക്കുന്നുണ്ട്, ചങ്ക് എന്ന് എഴുതുന്നു. എന്നിട്ട് അതിന് കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. നമുക്ക് ജസ്റ്റ് ഏത് കളറാണ് വേണ്ടത് അത് കൊടുക്കാം. എന്നിട്ട് ക്യാരക്ടറിന് നെയിം കൊടുക്കാം. ഇനി അടുത്ത് അത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കൊടുക്കണമല്ലോ ടെക്സ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സിലേക്ക് ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കറിലേക്ക് ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് എന്താണ് നമുക്ക് അവിടെ സംസാരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഈ ലെറ്റർ കളർ മാറ്റണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് വെക്കാം. എന്ത് കളർ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ആ ക്യാരക്ടർ എന്താണ് സംസാരിച്ചതെന്നുള്ളത് അവിടെ വെക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഫോണിൽ യൂണിക്കോഡ് കൺവെർട്ടർ ഉണ്ടെങ്കിൽ ജസ്റ്റ് കൺവെർട്ടറിൽ കൺവേർട്ട് ചെയ്തെടുത്ത ലെറ്റർ നമ്മുടെ ടെക്സ്റ്റിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അത് ഫോണ്ട് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ്. അവിടെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഒരുപാട് മലയാളം ഫോണ്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ ഫോണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫോണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂണിക്കോഡ് ഉപയോഗിച്ചിട്ട് ഇതിൽ ഡിസൈനഡ് ഫോണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പം നിങ്ങൾക്ക് കാണാം മുകളിലത്തെ എവിടെ പോകണമെന്നുള്ളതും താഴത്തെ എവിടെ പോകണമെന്നുള്ളതും തമ്മിൽ വ്യത്യാസം കണ്ടോ. അതുപോലെ നമുക്ക് ഡിസൈൻ ഫോണ്ട് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റാം.
ഇനി ഞാൻ പുതുതായിട്ടൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഗെറ്റ് എ പിക്ചറിൽ ഞാൻ ന്യൂ ബ്ലാങ്ക് പിക്ചർ എന്നതിൽ ഒരു സൈസിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് വെളുത്ത ബാക്ക്ഗ്രൗണ്ടാണ്. ഇനി അതിലേക്ക് ഞാൻ ജസ്റ്റ് കല്ല് എന്നൊരു വേർഡ് ഇടുന്നു. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതാണ്. അത് ഏതാണ് കളർ ചൂസ് ചെയ്യുന്നത്, അതിന് നമുക്ക് ലെയറും കളർ ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ മോഡൽ ചേഞ്ച് ചെയ്യുന്നതൊക്കെ അതിലുണ്ട്. എന്നിട്ട് ജസ്റ്റ് ആ കല്ല് എന്നുള്ളത് ഞാൻ അവിടെ വെക്കുന്നു. ഞാൻ അതിലേക്ക് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാനുണ്ട്. അതിനെ ഇവിടെ എഫക്റ്റിൽ ഇവിടെ നമുക്ക് ഇൻസെർട്ട് പിക്ചർ ഉണ്ട്. ഇൻസെർട്ട് പിക്ചറിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത PNG അല്ല JPG ഏതാ ഫയൽ അത് എടുക്കാം. ഞാനിതൊക്കെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. നമുക്ക് നല്ല നല്ല പിക്ചറുകളും ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആർട്ടിക്കലൊക്കെ ഉണ്ടാക്കാനും യൂട്യൂബിന് തംബ്ലൈൻ ഉണ്ടാക്കാനും എല്ലാം യൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് അവിടെ ഇതൊക്കെ കല്ലുമായിട്ടുണ്ട്, അവിടെ ചിത്രമായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പേര് എഴുതിയിട്ട് അത് പല മോഡലിൽ ഇതിൽ തന്നെ ഉള്ള കുറേ മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ആ ലെറ്ററിൻ്റെ കളറും ഇതും ഡിസൈനും ഒക്കെ ചൂസ് ചെയ്യാം. നമുക്ക് ഫോണ്ടൊക്കെ മാറ്റേണ്ട ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ട്. അത് വലുതാണോ ചെറുതാണോ എങ്ങനെ വേണം, എന്ത് വെക്കണം, വാട്ടർമാർക്ക് വെക്കണം, എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കഴിയും. എന്നിട്ട് ജസ്റ്റ് ഷെയറിൻ്റെ ഓപ്ഷനിൽ അടിച്ചു കഴിഞ്ഞാൽ സേവ് ടു പിക്ചർ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട്. ഇനി ജസ്റ്റ് ഞാനൊന്ന് സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻസ് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇത് ഓൾറെഡി ഉണ്ട്. ഇമോജീസ്, ഹാൻഡ്സ്, അങ്ങനെ ഇതിപ്പോൾ ഹാൻഡാണ്. നമുക്ക് ഏതെങ്കിലും ആംഗിളിലൊക്കെ ഹാൻഡ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ ഇമോജീസിൽ ബാക്കി ഡൗൺലോഡ് ചെയ്യണം അത്ര. അതിലേക്ക് നമ്മുടെ ഈ ഇമോജീസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും. ഇതിലങ്ങനെ നിരവധി സ്റ്റിക്കേഴ്സുകളും നിരവധി ഓപ്ഷൻസും പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്ക് ഫീച്ചേഴ്സ് ഈ വെറും 2 MB ഉള്ള സാധനത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഹാങ് ഇല്ലാതെ ഏത് ഫോണിലും എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ വർക്കിന് പോലും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ചില തംബ്നെയിൽ കാണിച്ചു തരാം. ഞാനിത് യൂട്യൂബിലേക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്കും ഒക്കെ ആവശ്യമായ തംബ്ലൈൻസ് പോലും ഇതിൽ നിന്നാണ് എഡിറ്റ് ചെയ്തുണ്ടാക്കുന്നത്. കാരണം നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, കാണിച്ചാലൊന്നും തീരില്ല, അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ പ്രൊഫഷണൽ വർക്കിന് പോലും ഈ ആപ്ലിക്കേഷൻ ചില സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരുപാട് കൂട്ടുകാർക്ക് ഈ ആപ്ലിക്കേഷൻ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ദയവായി ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വ്യക്തമായി വീഡിയോ കാണണം, എങ്കിലേ ഡൗൺലോഡ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ജസ്റ്റ് 2 MB അല്ലേ ഉള്ളൂ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. കമൻറ്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റാണ് ഓണായി കിട്ടുക. അല്പം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ഹെയർ ടു ഡൗൺലോഡ് ലിങ്ക് 1, ലിങ്ക് 2 2 ലിങ്കുകൾ കാണാം. പിന്നെ വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു ലിങ്കും കൂടി ഉണ്ടാവും. മൂന്നാമത് ക്ലിക്ക് ഹെയർ എന്ന് കാണാം. ജോയിൻ വാട്സപ്പ് ഗ്രൂപ്പ് ക്ലിക്ക് ഹെയർ എന്ന് മൂന്നാമതൊരു ഓപ്ഷനും കൂടി കാണാം. ഇതിൽ നിന്ന് 2 ലിങ്കിൽ നിന്ന് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ രണ്ടും വ്യത്യസ്തമായ സൈറ്റാണ്. ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ വീഡിയോ വ്യക്തമായി കാണാം. എന്നിട്ട് നിങ്ങൾക്ക് 2ൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കുകളൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് കോപ്പിറൈറ്റ് കാരണം അല്ലെങ്കിൽ ഈ ഓവർ ട്രാഫിക്, അതായത് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സൈറ്റ് അത് ലിമിറ്റഡ് ആക്കും. അതായത് പിന്നെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഥവാ പറ്റുന്നില്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ലിങ്ക് 1 ഞാൻ കാണിച്ചു തരാം. ലിങ്ക് 1ൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റാണ് ഓണായി കിട്ടുക. ഇവിടെ വലത് സൈഡ് ഒരു ആരോ മാർക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതുപോലെ ഡൗൺലോഡിങ് ഓപ്ഷൻ വരും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇനി ആദ്യത്തെ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ഹെയർ ടു ഡൗൺലോഡ് ആപ്പ് ലിങ്ക് 2 എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മെഗയുടെ വെബ്സൈറ്റാണ് ഓണാവുക. അത് ലോഡാവാൻ കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക. ഇവിടെ താഴത്ത് നിങ്ങൾക്ക് കാണാം ഒരു ആരോ മാർക്ക് ഡൗൺലോഡിൻ്റെ ഓപ്പൺ ഇൻ ആപ്പിൻ്റെ തൊട്ടിപ്പുറം. ഓപ്പൺ ഇൻ ആപ്പ് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലാണ് പോവുക. ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം. ജസ്റ്റ് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മെഗയുടെ വെബ്സൈറ്റിൽ നിന്ന് അത് ലോഡാകുന്നതാണ്. അത് 100% ആകുന്ന വരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടിയിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം. ആ കണ്ടിന്യൂവിൽ കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡിങ് ഓപ്ഷന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ 2 ലിങ്കിലൂടെയും ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടു കാണും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ FTM ക്രിയേഷന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. അഡ്മിൻ പാനൽ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്.
നമ്മളിപ്പോൾ പിക്സയിൽ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിനെ സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഫോട്ടോ റൂം എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൊക്കെ ആ വീഡിയോ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് പിക്സയിൽ ഇട്ടിട്ട് അത് 2 ഫോട്ടോകൾ ജോയിൻ ചെയ്യാനൊക്കെ സാധിക്കും. ഇനി ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും എറേസ് ചെയ്യേണ്ടെങ്കിൽ ഫോട്ടോകൾ വെക്കാൻ നമ്മുടെ പിക്സയെ സഹായിക്കുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത PNG ഫയലുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് കൂട്ടുകാർക്ക് ആവശ്യപ്പെടും ഈ ആപ്ലിക്കേഷൻ. കാരണം ഒരുപാട് ആൾക്കാരുടെ പഴയ പരിമിതികളുള്ള മൊബൈൽ ഫോൺ ആയിരിക്കാം. ഇനി നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നിലവിൽ പറഞ്ഞതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മികച്ചൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.